ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. ഇന്നും താമസിച്ച് തന്നെയാണ് എണീറ്റത്. പക്ഷേ ഓരോ ദിവസം എണീക്കുമ്പോഴും ഇനി 9 ദിവസം കൂടിയേ താമസിച്ച് എണീക്കാൻ പറ്റൂ, ഇനി 8 ദിവസം കൂടിയേ താമസിച്ച് എണീക്കാൻ പറ്റൂ, അങ്ങനെ ചിന്തിച്ച് കിടക്കുവാണ്. സത്യം പറഞ്ഞാൽ വേറൊരു ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഈ യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ വളരെ സുഖകരമാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ട് ബാക്കിയുള്ള ഇപ്പോൾ നല്ല റീച്ചായിട്ടുള്ള യൂട്യൂബേഴ്സ് ജോലി ഉപേക്ഷിക്കുന്നു. അതിനെടുക്കുന്ന സമയവും നമ്മുടെ ജോലിക്കെടുക്കുന്ന സമയവും രണ്ടും ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ്. കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആയിരിക്കുമെന്ന് തോന്നുന്നു വേറൊരു പണിക്കും പോകാണ്ട് വീഡിയോ എടുക്കുന്നത്. തൽക്കാലം എൻ്റെ കയ്യിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് $34 എനിക്ക് യൂട്യൂബിൽ ഇൻകമായിട്ട് കാണിക്കുന്നത്. ആ $34 കണ്ടിട്ട് ജോലിയൊന്നും രാജിവെക്കാൻ എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്നെക്കൊണ്ട് പറ്റില്ല. പിന്നെ അതുമല്ല, ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു സൈഡിലൂടെ കിട്ടുന്നത് $30 ആയാലും ശരി, $100 ആയാലും ശരി. ഇത്രയും കഷ്ടപ്പെട്ട് BEd പഠിച്ച എല്ലാവർക്കും അറിയാതെ എന്ത് കഷ്ടപ്പാടാണ്. BEdും താണ്ടി നമ്മൾ ഈ ഒരു പൊസിഷനിലൊക്കെ എത്തിയിട്ടേ ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. ഇതൊരു സൈഡ് ട്രാക്കായിട്ട് തന്നെ അങ്ങ് പോയിക്കോട്ടെ. ഒരു ഹോബി പോലെയാണ് ഞാനിത് തുടങ്ങിയത്, അതങ്ങനെ തന്നെ പോട്ടെ, അതങ്ങനെ തന്നെ പോകത്തുള്ളൂ. എനിക്കെന്താണ് കിട്ടുന്നത്, ഇതുവരെ എത്ര കിട്ടി, ഇതൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കും എന്ന് ഞാൻ ഇത് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു. 14 ദിവസം കൊണ്ട് മോണിറ്റൈസൊക്കെ ആയി. പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവല്ലേ. വീഡിയോസിനൊക്കെ റീച്ച് കുറവാണോ എന്ന് ചോദിച്ചാൽ 1K എന്തായാലും ക്രോസ് ചെയ്യുന്നുണ്ട്. 1K ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് നമുക്കവിടെ ആഡ് ചെയ്ത് കിട്ടത്തുള്ളൂ കേട്ടോ. 1K ആവാത്ത വീഡിയോസിനൊക്കെ വളരെ തുച്ഛം, ചിലപ്പോൾ ഇല്ലയെന്ന് തന്നെ പറയാം, അങ്ങനെ ആവത്തില്ല. 1K വ്യൂസ് എങ്കിലും ആയാലേ നമുക്ക് ഏതെങ്കിലും ഒരു അഡ്വർടൈസർ നമുക്ക് പേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ വീഡിയോസിന് ആ ഒരു ഇതിലാണ് റേഞ്ച് നിൽക്കുന്നത്. ഒരു 2K, 1.3 to 1.8 അല്ലെങ്കിൽ 2K. ഇനി സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വന്ന് വ്യൂസൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി ഇൻകം കൂടുമായിരിക്കും. എന്തായാലും ഇപ്പോൾ ഇതുവരെ ഈ ദിവസം ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യുന്ന ദിവസം രാവിലെ ഞാൻ എൻ്റെ ഏൺ ടാബ് നോക്കിയപ്പോൾ അതിൽ $34 എന്നാണ് കിടക്കുന്നത്. ഓരോ ദിവസം ഓരോ ഡോളർ വെച്ച് ആഡ് ആവുന്നുണ്ട് ചില ദിവസങ്ങളിൽ. അതായത് ഞാൻ ഇടുന്ന ഒരു വീഡിയോ 1K ക്രോസ് ആയിട്ടില്ലെങ്കിൽ എനിക്ക് ആ $1 വെച്ച് ചിലപ്പോൾ ആഡ് ആവത്തില്ല. അതിൻ്റെ കണക്ക് ബ്രേക്ക് ഡൗൺ ചെയ്താൽ കറക്റ്റ് ഒരു വീഡിയോയ്ക്ക് $1 കിട്ടുന്നു എന്നല്ല കേട്ടോ. ഞാൻ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേക്ക് ചില വീഡിയോസിന് 2.3K ഒക്കെ റീച്ച് ഉണ്ടെങ്കിലും അതിന് മാത്രമായിട്ട് വന്നിരിക്കുന്ന ഇൻകം ചിലപ്പോൾ 0.88 സെൻറ്റ്സ് ആയിരിക്കും. ചിലതിന് ഒരു 1.3K വ്യൂസ് ഉള്ളതിന് ഞാൻ നോക്കുമ്പോൾ അതിൽ $1, 1.08 1.012 അങ്ങനെയൊക്കെ കിടക്കുന്ന കാണാം. ഇതിൻ്റെ ഒന്നും കറക്റ്റായിട്ട് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയാൻ എനിക്കറിയത്തില്ല. എന്തായാലും മോണിറ്റൈസായി നമുക്കിപ്പോൾ 2 മാസം ആവാൻ പോകുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ എൻഡിലാണ് മോണിറ്റൈസ് ആയത്. ഈ 2 മാസം കൊണ്ട് ഒരു $34 ഇതുവരെ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ ഡേയിലേക്ക് വരാം. രാവിലെ ദോശമാവ് ഇരുന്നതെടുത്ത് കുറച്ച് ദോശ ചുട്ടു. ഇന്നലെ ഇഡ്ഡലി ചെയ്തതിൻ്റെ ബാക്കി മാവാണ്. ഇന്നലത്തെ തക്കാളിക്കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് അവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തു. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്ക് അമ്മ ചമ്മന്തി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ട് ഇഷ്ടം വെള്ള ചമ്മന്തി കൂട്ടിയിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാനാണ്. അപ്പോൾ അമ്മ എപ്പോൾ എവിടെ ഉണ്ടാക്കിയാലും വെള്ള ചമ്മന്തിയാക്കിയേ ഉണ്ടാക്കത്തുള്ളൂ, വെള്ള ചമ്മന്തിയാക്കും അത്. പക്ഷേ അലന് ഇഷ്ടം ചുവന്ന കളർ ചമ്മന്തിയാണ്. ഞാൻ എപ്പോൾ ചമ്മന്തി കാച്ചിയാലും അതുകൊണ്ട് റെഡ് കളറിലേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ രാവിലെ ദോശയും തക്കാളിക്കറിയും ചമ്മന്തിക്കറിയൊക്കെ കൂട്ടി കഴിച്ചു. ഉച്ചയ്ക്കത്തേക്ക് കുറച്ച് അയില ഇരിപ്പുണ്ട്. അയല ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ടൊരു തോന്നൽ. അപ്പോൾ ഇത്തിരി വിപുലമായി ഗ്രാൻഡായി തന്നെ അയല ഫ്രൈ ചെയ്യാമെന്ന് കരുതി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും 2-3 ചുവന്നുള്ളിയും കൂടെ ഈ ഒരു കല്ലിൽ നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അയല കുറച്ച് വലിയ അയലയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഇതിനെ പ്ലേറ്റ് ചെയ്തൊക്കെ കഴിക്കണം എന്നായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല, സമയമില്ലാത്തതുകൊണ്ടും. പിന്നെ മീൻ പൊരിച്ച് വരുന്ന മണമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ ക്ഷമ നശിച്ചു പോകുമല്ലോ. അങ്ങനെ 3 വലിയ അയില എടുത്ത് അത് വരഞ്ഞ് പീസസ് ഒന്നും ആക്കാൻ നിന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി ഗ്രാൻഡായിട്ടുള്ള ഫ്രൈ ആണ്. അപ്പോൾ പീസസ് ആക്കിയാൽ അരപ്പ് പിടിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില 2-3 ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ ഓരോ വരയുടെ അകത്തോട്ടാക്കി കൊടുക്കണം, പൊടികളും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇത് ഒരുപാട് അരയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇടയ്ക്ക് ആ ഓരോ പീസ് എടുത്ത് കടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തിരി ഇഞ്ചിയോ ഇത്തിരി കറിവേപ്പിലയോ പച്ചമുളകോ ഒക്കെ വരുമല്ലോ. കണവ വാങ്ങിച്ചപ്പോൾ തൊട്ട് വീട്ടിൽ കയറിക്കൂടിയ ഈച്ചയാണത്. പോകുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല. ഓരോ ഫ്രെയിമിന് വേണ്ടിയിട്ടും ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് കുറേ വീശിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോൾ എനിക്ക് വയ്യ ഇനി വീശാൻ. പൊടികളായിട്ട് ഇതിലിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
കുറച്ച് കുരുമുളക് പൊടിയും കൂടെയാണ്. റെസിപ്പി പറയുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് പറയാനായിട്ട് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇനി പറയുമ്പോൾ നല്ല സ്ലോ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലേശം വിനാഗിരിയും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയിലയിൽ പൊതുവേ അരപ്പ് ഇങ്ങനെ പിടിക്കത്തില്ല, പുറത്തുനിന്ന് സ്കിന്നിൽ നിന്ന് ഇങ്ങനെ വഴുതി വഴുതി പോകത്തതേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ എടുക്കുന്ന അരപ്പ് ആ ഓരോ വരയുടെ ഇടയിലും പിന്നെ ആ വായുടെ അകത്തേക്ക് ഇച്ചിരി തൂണ്ടി വയറ്റിൻ്റെ അകത്തോട്ടേക്ക് ഇത്തിരി കുത്തി കയറ്റി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ അയില ഞാൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇതൊരു അരമണിക്കൂറെങ്കിലും ഇരിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റിന് നല്ലത്. പിന്നെ ഇന്ന് മീൻ കറി വെക്കാനായിട്ടൊന്നും പ്ലാനില്ല. അയല പൊരിച്ചതിൻ്റെ കൂടെ എനിക്ക് മോര് കാച്ചിയത് കഴിക്കാൻ തോന്നുന്നു. പക്ഷേ മോരും അയല പൊരിച്ചതും മാത്രമായിട്ട് അലൻ എടുക്കത്തില്ല, എന്തെങ്കിലും എരിവ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തക്കാളിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ സാധാരണ തക്കാളിക്കറി, തമിഴ്നാട് സ്റ്റൈലൊന്നുമല്ല. ഞാൻ വെക്കുന്ന നമ്മുടെയൊന്നും അങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല. ഞാൻ വെക്കുന്ന തക്കാളിക്കറി അമ്മ വെക്കുന്നത് പോലെ. കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളകിന് നല്ല എരിവുണ്ട് കേട്ടോ, അതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. ഒരു 2 സവാളയും 2 വലിയ തക്കാളിയും തക്കാളിക്കറിക്കായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ മോര് കാച്ചാനായിട്ട് ഫ്രിഡ്ജിൽ ഒരു അര വെള്ളരിക്ക ഇങ്ങനെ ഉണങ്ങി ചുക്കി ചുളുങ്ങി ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ തോലൊന്നും കളയാൻ നിന്നില്ല, അതെടുത്ത് അരിഞ്ഞു. അത് കുക്കുംബറാണ് കേട്ടോ, വെള്ളരിക്കയല്ല കുക്കുംബറാണ്. തക്കാളിക്കറിക്ക് അരിഞ്ഞതിന് കുറച്ച് തക്കാളിയുടെ പീസസും എടുത്ത് ഉപ്പും വെള്ളവും ചേർത്ത് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോയിൽ ഇങ്ങനെ കണ്ട് കാണും ഞാൻ കുക്കുംബർ ഇട്ട് ഇങ്ങനെ മോര് കാച്ചുന്നത്. ഇപ്പോൾ എനിക്കതൊരു ശീലമായി കേട്ടോ. കടയിൽ നിന്നുള്ള നമ്മൾ ഊണ് വാങ്ങിക്കുമ്പോഴേ ആ മോരിൻ്റെ കവർ തുറക്കുമ്പോൾ 2-3 തക്കാളി പീസും 2-3 വെള്ളരിയോ കുക്കുംബറോ ഒക്കെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു ഭംഗിയില്ലേ. അത് ചെയ്ത് ഇപ്പോൾ എനിക്കതില്ലാണ്ട് പറ്റാതെയായി. മോര് കാച്ചുന്നതിൽ ഒരു തക്കാളി എങ്ങനെയും ഞാൻ ഇടിച്ച് കയറ്റും. അമ്മ അതിങ്ങനെ വഴക്കും പറയും കേട്ടോ, തക്കാളി വേറെ എന്തെങ്കിലും കറിക്ക് എടുത്തുകൂടെ, വെറുതെയാണോ ഇവിടെ വാങ്ങിക്കുന്ന സാധനമൊക്കെ തീരുന്നതെന്നും ചോദിച്ചിട്ട്. എനിക്ക് വിഷ്വലായിട്ട് കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ രുചിയേക്കാളും എനിക്ക് വിഷ്വലായിട്ട് അത് വളരെ പ്ലീസിങ് ആയിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് തക്കാളിക്കറി വയ്ക്കാം. ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. കടുകും സാമ്പാർ പരിപ്പും കൂടി ഇട്ട് തന്നെ താളിച്ചിട്ടുണ്ട്. ആദ്യം വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. അതൊന്ന് വഴന്ന് വന്നപ്പോഴേക്ക് അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുത്തു. സവാള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ വെച്ചിട്ടാണ് ഞാൻ അരി ഗ്യാസിൽ വെക്കുന്നത്. കുക്കറിൽ ചോറ് വെക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിന് മുൻപ് 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കുക്കറിൽ അരി വെച്ചിട്ട് ഞാൻ അതിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴിക്കും. അപ്പോൾ ഒട്ടുന്നത് കുറയും. ഇത് കുരിശടിയിൽ നിന്ന് ബുധനാഴ്ച നേർച്ച വീണ്ടും അരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ സ്നേഹവിരുന്നിന് സ്പോൺസേഴ്സായിട്ട് ഒരുപാട് പേര് സ്പോൺസർ ചെയ്ത അരിയും ചാക്കും ഉണ്ടായിരുന്നു. അതിന്നൊരു 3 ചാക്ക് എടുത്ത് അളന്ന് ഓരോ പാക്കറ്റിലാക്കി നേർച്ചയായിട്ട് കഴിഞ്ഞ ബുധനാഴ്ച കൊടുത്തിട്ടുണ്ടായിരുന്നു. സവാള വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി രണ്ടും ഒരുമിച്ച് കിടന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അരി കുക്കറിൽ വെക്കുന്നത് ഞാൻ ഒരുപാട് വെള്ളം ചേർക്കും, അപ്പോൾ ഇങ്ങനെ പശപ്പശപ്പ് വരത്തില്ല. ഇനി ഇത് കുക്കർ ഒന്ന് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കും. ആ വിസിലിങ്ങനെ അകത്ത് പ്രഷർ നിറഞ്ഞ് തുടങ്ങുന്നു എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കും, ഏറ്റവും ലോ ഫ്ലെയിമിലാക്കും. ഇപ്പോൾ ഇത് നേർച്ച കൊടുത്ത അരി ആയതുകൊണ്ട് ഇത് ജയാണോ മിസ്റ്റർ വൈറ്റ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് പ്രഷറിൻ്റെ സൗണ്ട് അകത്തുനിന്ന് കേട്ട് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ആ ലോ ഫ്ലെയിമിലിരുന്ന് ഇത് ഒരു വിസിലടിച്ചാൽ കുക്കർ നമുക്ക് ഗ്യാസിൽ നിന്ന് എടുക്കാം. പിന്നെ ഒരു 5-10 മിനിറ്റ് വേണമെങ്കിൽ കുക്കറൊന്ന് മാറ്റി വെച്ചിട്ട് തുറന്ന് നോക്കാം. അത് പക്ഷേ നിങ്ങൾ എടുക്കുന്ന അരിയുടെ കണക്കനുസരിച്ചിരിക്കും. അതുകൊണ്ട് കുക്കറിൽ അരി ഇടുക, ഹൈ ഫ്ലെയിമിൽ വെക്കുക, പ്രഷർ അകത്തായി ചെറിയൊരു സൗണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് അത് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഒരു വിസിലടിച്ചിട്ട് എടുത്ത് മാറ്റി വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ പുറത്തൂടെ വെള്ളം ഒഴിച്ച് തുറന്ന് അരിയുടെ പരുവം നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എനിക്ക് ചില അരി വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതിനേക്കാളും നേരം എനിക്ക് കുക്കർ മാറ്റി വെച്ചിരിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ പരുവം നോക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ദിവസം തുറന്നെടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ടൈമിൻ്റെ ഇത് മനസ്സിലായിക്കോളും. അമ്മയും നിലുവും കൂടെ അപ്പുറത്ത് ലില്ലിയംസിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് നേരം അമ്മച്ചിയുടെ ജോലിയൊക്കെ ഒരു 11 മണിയാകുമ്പോൾ കഴിയും കേട്ടോ. എന്നെക്കാളും സ്പീഡിൽ ലില്ലിയംസ് രാവിലത്തെ പരിപാടികളൊക്കെ തീർക്കും. മിനിയാൻറ്റി 10 മണിക്ക് കട തുറക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്ത് മീനൊക്കെ വെട്ടി വെച്ച് തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടാണ് മിനിയാൻറ്റി കടയിൽ പോകുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ അമ്മച്ചിക്ക് ബോറടിക്കുന്നതുകൊണ്ട് ഇവിടുന്ന് 2 പേരും അങ്ങോട്ടേക്ക് പോകും. തേങ്ങയൊക്കെ അതുകൊണ്ട് ഇന്ന് കൈകാര്യം ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോരിനുള്ള തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ട് തക്കാളിക്കറിയിൽ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ലേശം പഞ്ചസാരയും കൂടി ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അതൊന്ന് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കുംബർ ഇട്ട് മോര് കാച്ചാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 ചുവന്നുള്ളി, പിന്നെ ഇപ്പോൾ തിരികെ എടുത്ത തേങ്ങ, ഞാൻ തന്നെ തിരികെ എടുത്ത തേങ്ങ, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ അകത്ത് ഞാൻ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഒരല്ലി വെളുത്തുള്ളിയൊക്കെ മമ്മി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാറുണ്ട്. എനിക്ക് വെളുത്തുള്ളി മോരിലിടുന്നതിനോട് എനിക്ക് ആ ടേസ്റ്റിനോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇഞ്ചി ഇടാറുണ്ട്. ഇഞ്ചി ഇത്തിരി നല്ലതാണ് ഇട്ടാൽ. പിന്നെ ഞാൻ തൈരും കൂടി ഇതിൽ ചേർത്ത് തന്നെ അങ്ങ് അരയ്ക്കും. പിന്നെ ജാറ് കഴുകി ഒഴിച്ചാൽ മതിയല്ലോ, തൈര് സെപ്പറേറ്റ് ആയിട്ട് കലക്കി ഒഴിക്കണ്ട.
അങ്ങനെ തേങ്ങയും തൈരും ഒക്കെ ചേർത്ത് അരച്ചെടുത്ത കൂട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കി ഈ നമ്മുടെ വെന്ത് വന്ന വെള്ളരിക്ക, തക്കാളി, പച്ചമുളക് കൂട്ടിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് വേവിക്കുന്നില്ല എങ്കിൽ മോരിന് അരപ്പരയ്ക്കുമ്പം ഒരു പകുതി പച്ചമുളക് ഇടുന്നത് ടേസ്റ്റ് കൂട്ടും. അപ്പോഴേക്ക് നമ്മുടെ തക്കാളി കറിയൊക്കെ ഏകദേശം സെറ്റായി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇത്തിരി പഞ്ചസാര ഇട്ടിരുന്നു, പക്ഷേ എനിക്ക് മധുരം പോരാന്ന് തോന്നിയോണ്ട് ഇത്തിരി കൂടെ പഞ്ചസാര ഇട്ടു. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. എനിക്ക് ഉള്ള വട്ട് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ. കറികൾക്ക് അല്പം മധുരം കൂടെ വേണം, പ്രത്യേകിച്ച് തക്കാളി കറിക്ക്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിക്കെന്നൊക്കെയാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഗ്യാസിലേക്ക് കുക്കറിൽ ചോറ് വെച്ച സമയം നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ അതായി കിട്ടും കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ അരി ഊറ്റുന്നതിന് മുൻപ് ഇത്തിരി കൂടെ വെള്ളം ചൂടാക്കിയിട്ട് ആ കുക്കർ തുറന്നിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കളഞ്ഞ് നമ്മൾ ചൂടാക്കിയ വെള്ളം അതിലേക്ക് ഒന്നും കൂടി ഒഴിച്ച് വീണ്ടും ഒന്ന് വാർത്തെടുത്താൽ അരി ഒട്ടും ഒട്ടാതെ കിട്ടും. ഞാൻ പറഞ്ഞു വന്നത് ഇത്തിരി കൺഫ്യൂസിങ് ആയോ എന്ന് എനിക്ക് തന്നെ ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. കുക്കർ നമ്മൾ ആദ്യം തുറന്നിട്ട് ഇത്തിരി വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ അത് ഒട്ടാതെ കിട്ടും. മോര് താളിക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും, പിന്നെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്ത് ഉലുവ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉലുവ ആഡ് ചെയ്യുന്നു. അമ്മയും മുമ്പ് ചെയ്യുമായിരുന്നു. 2-3 ചെറിയുള്ളി, ഒരു പിരിയമുളക്, കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് മോര് താളിച്ചിട്ടു. ഇനി നമുക്ക് ഇത് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് മീൻ പൊരിച്ചെടുക്കാം. ഈ മോര് കാച്ചുന്നതും തക്കാളിക്കറി വെക്കുന്നതും ഒക്കെ ഞാൻ എപ്പോഴും കറിച്ചട്ടിയിലേ ചെയ്യാറുള്ളൂ കേട്ടോ. ഈ മോരുകലം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ, മോരുകലം എന്നൊക്കെ പറഞ്ഞൊരു കലം. ഇപ്പോൾ എല്ലാവരും ചട്ടികളിലും ചീനച്ചട്ടിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ഈ കിച്ചൻ്റെ ഈ ഒരു സൈഡ് ഞാൻ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും വരുമ്പോഴും ചോദിക്കും എന്തിനാ ഇത്രയും കറിച്ചട്ടികളെന്ന്. എനിക്കെന്തോ എല്ലാം കറിച്ചട്ടി ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഈ നോൺ സ്റ്റിക്ക് പാനിനെക്കാളും എനിക്ക് കറിച്ചട്ടികൾ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ കഴുകാനായിട്ട് മിക്സിയുടെ ഒരു ജാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവിടെ കഴുകി വെച്ച സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ച് അകത്തെടുത്തു. കുക്കു സാറും അപ്പോഴത്തേക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. മീൻ പൊരിക്കാനായിട്ട് കുറച്ച് കറിവേപ്പില വേണമല്ലോ. നമ്മൾ ഇന്ന് വളരെ ഡെക്കറേഷനൊക്കെ ചെയ്തല്ലേ മീൻ പൊരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാനും കരിഞ്ഞു പിടിക്കാനും ഒക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ കറിവേപ്പില വെച്ചിട്ട് അതിന് മേലെ മീൻ വെച്ചാൽ അത്രയും നമുക്ക് കരിയാതെയോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാതെയോ തോലുരിഞ്ഞൊക്കെ പോയാൽ അത് കാഴ്ചയ്ക്ക് ഭംഗിയില്ലാണ്ടാവും. അങ്ങനെ കുറച്ച് കറിവേപ്പില തണ്ടൊക്കെ നിരത്തി വെച്ച്, കറിവേപ്പില ഇവിടെ ഇല്ലായിരുന്നു, അപ്പുറത്തുനിന്ന് മേടിച്ചു. അവിടെ മരമുണ്ട്, അതൊന്ന് പിച്ചി തരും. അങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ള 3 ഇല ഇതിൻ്റെ അകത്തേക്ക് വെച്ചു. ഇതിലിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അലനും കുക്കുവിനും എനിക്കേ ഉള്ളെന്ന് തോന്നും. അങ്ങനെയല്ല, അലനും കുക്കുവും തല കഴിക്കത്തില്ല. ഞാനും അമ്മയെ തല കഴിക്കത്തുള്ളൂ. അപ്പോൾ അവർ ഈ വാലിൻ്റെ സൈഡിൽ നിന്നൊക്കെ പിച്ചിയിട്ട് ആ തല അവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാൻ വേണ്ടത് ഈ 3 തലയിൽ നിന്നും കിട്ടിക്കോളും. എന്നിട്ട് ഞാൻ ചോറ് വാർത്തിട്ടു. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്യാപ്പ് നിങ്ങൾ കണ്ടില്ലേ. ഇത്രയും സമയം ഞാൻ ചോറ് അവിടെ എടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് പൊരിച്ചമീനൊക്കെ ഒന്ന് ഇട്ട് പാത്രം കഴുകി പൊരിച്ചമീനൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷമാണ് ഞാൻ ചോറ് അടച്ചിട്ടത്. നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് സമയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുക്കർ കുറേ നേരം കൂടെ വെച്ചിരുന്നാൽ ചോറ് നന്നായിട്ട് വെന്ത് നല്ല വലിയ ഉരുള ചോറുകളായിട്ട് കിട്ടും. ഇവിടെ അത്രയും വേകാനും പാടില്ല, എന്നാൽ ഉള്ളരി പോലെ ഇരിക്കാനും പാടില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പരുവം. നിലു വന്ന് കയറിയപ്പോൾ കാണുന്നത് കുക്കു സാറ് പാത്രങ്ങളൊക്കെ പിറക്കിക്കൊണ്ട് വെക്കുന്നതാണ്, ഞാൻ കഴുകുന്നത്. അപ്പോൾ അന്നേരം തൊട്ട് അവന് പാത്രം വെക്കണമെന്നും പറഞ്ഞ് പുറകെ നിൽപ്പാണ്. പിന്നെ അവൻ താഴെ ഇട്ടാലും ഒന്നും പറ്റത്തില്ല എന്നെനിക്ക് ഉറപ്പുള്ളത് ആ ചോപ്പിംഗ് ബോർഡ് മാത്രം ആയതുകൊണ്ട് അത് വെക്കാനായിട്ട് കൊടുത്തു വിട്ടു. ആ ഒരു ഫ്രെയിം എനിക്ക് കുറച്ച് ക്രോപ്പ് ചെയ്ത് കളയേണ്ടി വന്നു, കാരണം അവന് തുണിയില്ലായിരുന്നു. അമ്മ നിലുവിനും കുക്കുവിനും കൂടെ ചോറ് കൊടുത്തായിരുന്നു കേട്ടോ ഈ ഒരു ഗ്യാപ്പിൽ. ഈ ഒരു ഗ്യാപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു സമയം ഞാൻ പോയി വീഡിയോയ്ക്ക് ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് എടുക്കും. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ഞാൻ ഓഡിയോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ അമ്മ പിള്ളേർക്കൊക്കെ ചോറ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആലനെ ഞാൻ വിളിച്ചുണർത്തി. ഒരു സിനിമ കണ്ട് ആൾ ഉറങ്ങിപ്പോയിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിന് ചോറും വെള്ളരിയല്ല കുക്കുംബറും തക്കാളി ഇട്ട് കാച്ചിയ മോരും തക്കാളിക്കറിയും പിന്നെ വറുത്ത മീനും. ഇപ്പോൾ പൊതുവേ ചൂട് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ കാര്യം മാത്രമാണോ അതോ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ എന്നറിയത്തില്ല. കിച്ചണിൽ നിന്ന് അത്രയും സമയം കൊണ്ട് എൻ്റെ തലയൊക്കെ നന്നായിട്ട് വിയർത്തിട്ടുണ്ടായിരുന്നു. ഈ ചോറൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് തലവേദന വരുന്നുണ്ടെന്ന്. ഇനി എത്രയും പെട്ടെന്ന് കുറച്ച് വാരി വിഴുങ്ങിയിട്ട് പോയി കിടന്ന് ഉറങ്ങണം. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം കിടന്നാൽ പെട്ടെന്ന് നല്ലപോലെ ഉറങ്ങാൻ പറ്റും. ഇത്തിരി സമയം ഗ്യാപ്പ് എടുത്ത് നോക്കിയാൽ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. ഫോണിലോട്ട് നോക്കിയാൽ പിന്നെ തീർന്നു, ഉറങ്ങാനേ പറ്റത്തില്ല. ഇത് എൻ്റെ ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വീണ്ടും അടുക്കളയിലേക്ക് കയറുന്നതാണ്. ഇന്ന് ഞാൻ പാത്രങ്ങളിലേക്കൊന്നും മാറ്റി വെച്ചില്ല, കാരണം നമ്മൾ ചോറിട്ട ടൈം തന്നെ നിങ്ങൾ കണ്ടല്ലോ. ചോറിനും കറിക്കുമൊക്കെ നല്ല ചൂടായിരുന്നു. അപ്പോഴത്തേക്ക് അത് ടപ്പർ വെയറിലോട്ടോ വേറെ പാത്രങ്ങളിലോട്ടോ ഒക്കെ ആക്കാൻ, അത്രയും ചൂടോടെ ആക്കാൻ എനിക്ക് തോന്നിയില്ല. അതൊന്നും ഞാൻ ഒന്നും മാറ്റി വെച്ചിട്ടില്ല.
ചോറും കറികളും ഒക്കെ നമ്മൾ വെച്ച പാത്രത്തിലായിട്ട് തന്നെ അപ്പുറത്തേക്ക് ഇരിപ്പുണ്ട്. പക്ഷേ ചായ ഇടുന്നതിന് മുമ്പ് ഇവിടെ ചെറിയൊരു ക്ലീനിങ് പരിപാടിയുണ്ട്. എനിക്ക് കൗണ്ടർ ടോപ്പ് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം. അപ്പോൾ നേരത്തെ കഴുകി വെച്ച പാത്രങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് കഴുകി വെച്ചതൊക്കെ ഞാൻ എടുത്ത് മാറ്റി. അവിടെ ഒരു പാൻ ഇരുന്നിച്ചത് അമ്മ നേരത്തെ എണീറ്റായിരുന്നു കേട്ടോ. നേരത്തെ എന്ന് വെച്ചാൽ ഞാൻ എണീക്കുമ്പോൾ 6 മണിയൊക്കെ കഴിയും. അമ്മയുടെയും പിള്ളേരുടെയൊക്കെ ഉച്ചയുറക്കം കുക്കുവിനെ വിളിക്കാൻ കൂട്ടുകാർ വരുന്ന സമയം വരെ ഉള്ളൂ. അവന്മാർ മതിലിൻ്റെ അടുത്ത് വന്ന് കുക്കൂന്ന് നീട്ടി വിളിക്കുമ്പോഴത്തേക്ക് അമ്മയും എണീക്കും, കുക്കു സാറും എണീക്കും. കുക്കു പോകുന്നതിന് മുമ്പ് കുക്കുവിന് പാല് കാച്ചി കൊടുത്ത പാനാണ് അവിടെ കഴുകിയിരുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഈ തലവേദന നിൽക്കത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ആ ബോക്സിൽ നിന്ന് തലവേദനയുടെ ഗുളികയാണ് എടുത്ത് കഴിക്കുന്നത്. ആലൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സിൽ നിന്നും അടിച്ചു മാറ്റുന്ന കാശിട്ട് വെക്കുന്ന പെട്ടിയാണ് കേട്ടോ ആ പച്ച ബോക്സ്. അതിൽ തന്നെ ഞാൻ ഗുളിക ഇട്ട് വെച്ചിരിക്കും. കാരണം വേറെ എവിടെ ഇട്ട് വെച്ചാലും പേഴ്സിലൊക്കെ വെച്ചാലും ഞാൻ മറന്നു പോകും. പക്ഷേ എൻ്റെ ബാഗിലും പേഴ്സിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കാണും കേട്ടോ. ഒരു 2 തലവേദനയുടെ ഗുളികയും 2 ജലദോഷത്തിൻ്റെ ഗുളികയൊക്കെ എപ്പോഴും എൻ്റെ പേഴ്സിൽ എൻ്റെ കൂടെ കാണും. ഈ തലവേദന ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരു പാൽ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫ്രിഡ്ജിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരിത്തിരി പാലേ ഉള്ളൂ. ആ പാലും പിന്നെ ബാക്കിയും കൂടെ വെള്ളവും കൂടെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കും അലനും കൂടെ ഞാനൊരു ഇഞ്ചി ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി നല്ല തലവേദന എടുത്തിരിക്കുന്ന സമയത്തില്ലേ, ഒടുക്കത്തെന്നാണ് ഞാൻ പറയാൻ വന്നത്. പിന്നെ റിനി ചേച്ചി അത് പറഞ്ഞതുകൊണ്ട് ഞാനിനി ആ വാക്ക് യൂസ് ചെയ്യുന്നില്ല. നല്ല തലവേദന എടുത്തിരിക്കുന്ന സമയത്ത് ഇതേ കണക്ക് ഇഞ്ചി ചായയൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ആശ്വാസം. കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ ടാബ്ലറ്റ് എടുത്താൽ പോകും, പക്ഷേ സമയമെടുക്കും. ഞാൻ ഒരുവിധം എല്ലാ ടാബ്ലറ്റുകളും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും ഏൽക്കുന്നില്ല. അയാളും പറയുന്നത് ഉള്ളതെല്ലാം കൂടെ കഴിച്ചിട്ട് ഇപ്പോൾ ബോഡി അതിനോടൊക്കെ യൂസ്ഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും ഏൽക്കാത്തതെന്നാണ്. അപ്പോൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ട് പഞ്ചസാരയും തേയിലയൊക്കെ ഇട്ട് നമ്മുടെ ഇഞ്ചി ചായ റെഡിയായി. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫ്രെയിമിൽ 2 റിംഗ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് 2-3 പേര് ചോദിച്ചു, ഫോൺ മാറ്റിയോ, പുതിയ ഫോണാണോ, എങ്ങനെയാണ് വീഡിയോ എടുക്കുമ്പോൾ ഫോണിന് ഇത്ര ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ. ഇത് ഒപ്പോ A77 ആണ് എൻ്റെ ഫോൺ. ഞാനിപ്പോൾ ഈ കിച്ചണിൽ 2 റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാനായിട്ട് ഒരു റിംഗ് ലൈറ്റും കൂടെ എക്സ്ട്രാ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ പെരുന്നാളിൻ്റെ സമയത്ത് എൻ്റെ ആദ്യത്തെ സ്റ്റാൻഡിൻ്റെ കാല് പൊട്ടി. അതിൽ ഒരു സിപ്പ് ടൈ വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. ആ സ്റ്റാൻഡിൽ ഒരു റിംഗ് ലൈറ്റ് ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്യാമറ ഇരിക്കുന്ന, അതായത് ഫോൺ വെക്കുന്ന സ്റ്റാൻഡിലും ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്. അപ്പം എല്ലാ ഫ്രെയിമിലോട്ടും ഞാൻ ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ വെട്ടവും തിരിച്ചു വെക്കും. പിന്നെ ഓട്ടോമാറ്റിക്കലി ക്യാമറ ഇരിക്കുന്ന റിംഗ് ലൈറ്റും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടാവണം ക്ലാരിറ്റി കൂടുന്നത് പോലെ തോന്നിയത്. ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഫോൺ അടിപൊളിയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. കാശൊക്കെ ആവട്ടെ, അപ്പം ഞാൻ ഐഫോണിലൊക്കെ വീഡിയോ എടുക്കും. ഇങ്ങനെയൊക്കെ ഓരോ ദുരാഗ്രഹങ്ങൾ ആയാൽ കൊള്ളാം. എന്തായാലും എനിക്ക് തൽക്കാലം ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊരാൾ പറഞ്ഞു വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല എന്ന്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ നെറ്റും കൂടെ അനുസരിച്ചിരിക്കും. നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡേറ്റയുടെ ഇത് കുറവാണെങ്കിൽ അത് ഇതുപോലെ HD ആയിട്ട് കാണിക്കത്തില്ല, കുറച്ച് ബ്ലറി ആയിട്ടേ കാണിക്കത്തുള്ളൂ. യൂട്യൂബ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യം SD നോർമലായിട്ടാണ് അപ്ലോഡ് ആവുന്നത്, പിന്നെ ഒരു 10 മിനിറ്റും കൂടി എടുക്കും HD ആയിട്ട് അപ്ലോഡ് ആവാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം വീഡിയോ അൺലിസ്റ്റ് ചെയ്ത് വെക്കും, ലിങ്ക് മാത്രം വെച്ചിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഈ മോണിറ്റൈസേഷനും ഇതിൻ്റെ ഈ ഒരു ലെവലും HD ഒക്കെ ആയി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് സെറ്റിങ്സ് മാറ്റി പബ്ലിക് ഓപ്പൺ ആക്കുന്നത്. വൈകുന്നേരത്തെ ചായ കുടിയും പരിപാടികളും ഒക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എണീറ്റപ്പോൾ തന്നെ 6 മണിയായി. ഇനിയിപ്പോൾ പുറത്തോട്ടൊന്നും പോകാനുള്ള സമയമില്ലെന്നല്ല, ഒരു മൂഡ് തോന്നുന്നില്ല പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. രാത്രിയായി. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ പോയാലും വീണ്ടും അയ്യോ ആലനുള്ളത് ഉണ്ടാക്കണം എന്നൊക്കെ ആയിരിക്കും മനസ്സിൽ. പിന്നെ ഡിന്നറിന് എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ആലനായിട്ട് കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. പരിപ്പിലേക്ക് ഒരു 2 ചെറിയ പീസ് സവാള ഇരുന്നത് അരിഞ്ഞെടുക്കുന്നുണ്ട്, ഒരു 2 പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് തക്കാളി ഇല്ലയെന്ന്. പക്ഷേ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, തക്കാളി കറി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് എന്തിനാന്നുള്ള പാട്ടാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. തക്കാളി ഇല്ലെങ്കിൽ എന്താ, തക്കാളി കറിയില്ലേ. അങ്ങനെ ഞാൻ ആ തക്കാളി കറിയും കൂടെ ആ പരിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊരു വിസിലടിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. തക്കാളിക്കറി ഓൾറെഡി എണ്ണയും കടുകും ഒക്കെ ഇട്ട് താളിച്ചെടുത്തതായതുകൊണ്ട് ഈ പരിപ്പ് കറി ഞാനിനി താളിക്കുന്നതൊന്നുമില്ല. ഈ ഒരു അളവിൽ വെള്ളവും കൂടെ വെച്ചിട്ട് ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ പരിപ്പ് വേകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വിസിലടിച്ചെടുക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുക്കു സാറ് വന്നിരുന്നു കേട്ടോ. ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് കുക്കു സാറ് തിരിച്ചെത്തിയിട്ട് കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബ്രെഡ് ടോസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ബ്രെഡ് മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് എന്നോട് പറയാം, മമ്മയ്ക്ക് എന്ത് കാര്യം ചെയ്യാൻ പറഞ്ഞാലും മമ്മയ്ക്ക് മടിയാണ്, മുമ്പൊക്കെ മമ്മ തനിയെ ചെയ്യുമായിരുന്നു. ഞാൻ അന്നേരം പറയും കേട്ടോ, ഓരോന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറയുന്നവരെന്നെ ഹെൽപ്പ് ചെയ്താലേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. ബ്രെഡ് ടോസ്റ്റിന് അത്ര വലിയ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ലെങ്കിലും ഇവിടെയുള്ള ചോറും കറികളും വേണ്ടാന്ന് വെച്ചിട്ടാണല്ലോ അവൻ ടോസ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കുളി കഴിഞ്ഞപ്പോഴേക്ക് ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് അവൻ നൈറ്റ് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്ന ആലൻ്റെ ഒരു ടീഷർട്ടാണ്.
കുളിച്ച് വെച്ച് ഇതിട്ടുകൊണ്ട് വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇപ്പം മമ്മയുടെ വീഡിയോ കാണുന്നവരൊക്കെ പറയും കുക്കു സാറിന് ഒരു ടീഷർട്ട് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ ക്ലാരിഫൈ ചെയ്തോളാം, നീ ഇത് ഉറങ്ങാൻ വേണ്ടി നൈറ്റ് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്ന ടീഷർട്ടാണെന്ന്. അപ്പോൾ ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഫ്രഞ്ച് ടോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, കുറച്ച് പാലും കൂടെ ചേർത്ത് പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മറ്റേ ബീറ്റർ ഞാൻ എടുത്ത് കൊടുക്കാത്തത്, അത് ഇത്തിരിയല്ലേ ഉള്ളൂ, പിന്നെ കുറച്ചുകൂടെ ലിക്വിഡ് ടൈപ്പാണ്. അത് അവൻ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം തെറിച്ച് പോകും. എന്തായാലും നല്ല രീതിയിൽ ആശാൻ അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് നക്കിയും തിന്നുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ ഞാനിതിൽ ഇത്തിരി വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കും, പിന്നെ അതിട്ടില്ല, ഞാൻ മറന്നുപോയി. ഇത് നന്നായിട്ടൊന്ന് പതയ്ക്കുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ഇതിലേക്ക് മുക്കി പൊരിച്ചെടുക്കാം. ബ്രെഡ് സാധാരണ മൺഡേ വാങ്ങിച്ചാൽ നമുക്ക് ഇത്തിരി നല്ല ബ്രെഡ് കിട്ടും. കാരണം സൺഡേ കടയിലേക്കൊക്കെ ബ്രെഡ് വരും. ഞായറാഴ്ച എല്ലാവരും ബീഫ് കറിയും ഇറച്ചിക്കറിയൊക്കെ കൂട്ടി ബ്രെഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ആയാലും ബ്രെഡ് ഇത്തിരി ഉണങ്ങിയിരിക്കും. ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഇത്തിരി ഉണങ്ങിയിരിക്കും. പക്ഷേ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ അതിലിങ്ങനെ സോക്കായി നമ്മളിങ്ങനെ ടോസ്റ്റാക്കി എടുക്കുന്നത് കൊണ്ട് അതിന് നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും. പാനിൽ ബട്ടർ തേച്ചിട്ടാണ് ഞാൻ ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ബ്രെഡ് ഇങ്ങനെ മൊത്തത്തിൽ മുങ്ങുമ്പോഴേ അതിൻ്റെ ആ കട്ടിയൊക്കെ പോവും. ഇത് തിന്നാൻ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇനി വെക്കേഷൻ എത്ര ദിവസം കൂടെ ഉണ്ടെന്നുള്ള ചോദ്യമൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓണത്തിന് ആലൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം, ഓണത്തിന് ഞങ്ങൾ അവിടെ ആയിരിക്കും. അത് ഞാനൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി ആയി കേട്ടോ. അതൊരു വിസിൽ വന്നാൽ മതിയായിരുന്നു. പരിപ്പ് കറി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് 2 പാനുണ്ട് ചപ്പാത്തി ചെയ്യാനായിട്ട്. അതായത് ഒരുപാട് തീ വേണ്ടതുകൊണ്ട് കുറച്ചുകൂടെ കട്ടിയുള്ളൊരു പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു പഴയ പാനാണ്. ആ പാനിൽ ചപ്പാത്തി ഞാൻ അപ്പുറത്ത് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3-4 ചപ്പാത്തിയും കൂടെ ചെയ്ത് വെച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് ഒരു അയല വറുത്തത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഒരു വാലിൻ്റെ കഷ്ണം, തലയൊക്കെ ഞാനും അമ്മയൊക്കെ തീർത്തു. അപ്പോൾ അതും പരിപ്പ് കറിയൊക്കെ ആയിട്ട് അലൻ ചപ്പാത്തി കഴിച്ചോളൂ. അങ്ങനെ ഒരു 4 ചപ്പാത്തിയും കൂടെ ചുട്ടു. ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് TV കാണാം അമ്മ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ പോയി TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വന്ന് നമുക്ക് ഒരുമിച്ച് കാണാം, ഒരു മൂവി ഇരുന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാത്രിയായാലും പാത്രങ്ങൾ വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഞാൻ വെളിയിൽ വെക്കത്തില്ല. അവിടെ പെരിച്ചാഴിയൊക്കെ ഓടുന്നതുകൊണ്ട് ഇതെടുത്ത് അകത്ത് വെച്ചേക്കും. അമ്മയും നിലുവും കൂടെ അവിടെ ഊഞ്ഞാലിൽ കിടപ്പുണ്ട്. അമ്മ അവനെ ഉറക്കുന്നത് മുറ്റത്ത് ഊഞ്ഞാലിൽ കിടന്നിട്ടാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചൊരു മൂവി കാണാനിരുന്നു. ഇത്ര നേരവും കണ്ട് അടയും ചക്കരയും പോലെ ഇരുന്ന അമ്മയും മകനും ആയിരിക്കത്തില്ല ഇനി ഞങ്ങൾ എന്ത് കാണണം എന്നും പറഞ്ഞ് ഞങ്ങളിപ്പോൾ അടികൂടി തുടങ്ങി. ഡിവോഴ്സായി 2 വഴിക്ക് പോവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളെ കാണാം.